രണ്ട് രാജാക്കന്മാർ അധ്യായം 18. ഹെസക്കിയ യൂദ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം ഭരണവർഷം യൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്രിയായുടെ മകൾ അബി ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദ രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിൻ്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം ഭരണവർഷം, അസീറിയ രാജാവായ ഷെൽമനേസർ സമരിയാക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 3 കൊല്ലത്തിനു ശേഷം അവൻ അത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം ഭരണവർഷം, സമരിയ അവൻ്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല.